കൃത്രിമ സൂര്യനെ നിർമ്മിക്കുന്നതിനായി 582 ടൺ ഭീമൻ കാന്തം നിർമ്മിച്ച് ചൈന. നമസ്കാരം, ഞാൻ ജാസ്മിൻ. സൂര്യനിൽ നടക്കുന്ന ഊർജോൽപാദന പ്രക്രിയ ഭൂമിയെ പുനഃസൃഷ്ടിക്കാനുള്ള മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ ശാസ്ത്ര സ്വപ്നത്തിലേക്ക് ചൈന ഒരു നിർണായക ചുവടുവയ്പ് നടത്തിയിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സൂപ്പർ കണ്ടക്റ്റിംഗ് ഫ്യൂഷൻ കാന്തം തങ്ങൾ വിജയകരമായി നിർമ്മിക്കുകയും പരീക്ഷിക്കുകയും ചെയ്തതായി ചൈന പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 582 ടൺ ഭാരവും 21 മീറ്റർ നീളവും 12 മീറ്റർ വീതിയുമുള്ള ഈ ഭീമൻ കാന്തം ചൈനയുടെ കൃത്രിമ സൂര്യൻ പദ്ധതിയുടെ ഏറ്റവും പ്രധാന ഘടകങ്ങളിലൊന്നായാണ് കണക്കാക്കപ്പെടുന്നത്. കാർബൺ പുറന്തള്ളലില്ലാതെ ഏതാണ്ട് പരിധിയില്ലാത്ത ശുദ്ധ ഊർജം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ സാങ്കേതിക വിദ്യയുടെ വികസനത്തിൽ ഈ നേട്ടം വലിയ വഴിത്തിരിവാണെന്നാണ് ശാസ്ത്രലോകം വിലയിരുത്തുന്നത്. 2030 ഫ്യൂഷൻ വൈദ്യുതി ഉൽപ്പാദനം യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള ചൈനയുടെ യാത്രയിൽ ഈ നേട്ടം നിർണായകമാണെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. സൂര്യനിൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന അതേ ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രക്രിയയെ ഭൂമിയിൽ നിയന്ത്രിത സാഹചര്യത്തിൽ സൃഷ്ടിക്കാനുള്ള സംവിധാനമാണ് കൃത്രിമ സൂര്യൻ. ഹൈഡ്രജൻ ആറ്റങ്ങളെ അതിതീവ്രമായ ചൂടിൽ സംയോജിപ്പിച്ചാണ് ഈ പ്രക്രിയ നടക്കുന്നത്. അതിലൂടെ വലിയ അളവിൽ ഊർജം പുറത്തുവരും. കൽക്കരി, എണ്ണ, പ്രകൃതിവാതകം തുടങ്ങിയ ഇന്ധനങ്ങളെ പോലെ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളാത്തതിനാൽ ഭാവിയിൽ ഏറ്റവും ശുദ്ധമായ ഊർജ സ്രോതസ്സായി ഫ്യൂഷനെ ശാസ്ത്രജ്ഞർ നോക്കിക്കാണുന്നു. ഈ പ്രക്രിയ വിജയകരമാകണമെങ്കിൽ പ്ലാസ്മ എന്ന അതിതീവ്ര ചൂടുള്ള വാതകത്തെ 100 ദശലക്ഷം ഡിഗ്രി സെൽഷ്യസിലേറെ താപനിലയിൽ നിയന്ത്രിതമായി നിലനിർത്തണം. അതാണ് ഇപ്പോൾ ചൈന നിർമ്മിച്ചിരിക്കുന്ന ഭീമൻ സൂപ്പർ കണ്ടക്റ്റിംഗ് കാന്തത്തിന്റെ പ്രധാന ദൗത്യം. ചൈനീസ് അക്കാഡമി ഓഫ് സയൻസസിന് കീഴിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാസ്മ ഫിസിക്സ് ആണ് സൂപ്പർ കണ്ടക്റ്റിംഗ് കാന്തം വികസിപ്പിച്ചത്. 582 ടൺ ഭാരമുള്ള ഈ ഘടനയ്ക്ക് ഡി ആകൃതിയാണുള്ളത്. നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര ഫ്യൂഷൻ പദ്ധതിയായ ITER-നായി വികസിപ്പിച്ച സമാന കാന്തങ്ങളെക്കാൾ ഏകദേശം 30% വലിപ്പവും 3 ഇരട്ടി ഊർജ സംഭരണ ശേഷിയും ചൈന വികസിപ്പിച്ച കാന്തത്തിനുണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത്. ഫ്യൂഷൻ റിയാക്ടറിനുള്ളിലെ പ്ലാസ്മ റിയാക്ടറിന്റെ ഭിത്തികളിൽ തട്ടാതെ അതിശക്തമായ കാന്തിക ക്ഷേത്രത്തിനുള്ളിൽ നിയന്ത്രിച്ചു നിർത്തുകയാണ് ഈ കാന്തത്തിന്റെ പ്രധാന പ്രവർത്തനം. പ്ലാസ്മ ഭിത്തിയിൽ തട്ടിയാൽ റിയാക്ടറിന് കൂടുതൽ കേടുപാടുകൾ സംഭവിക്കുമെന്നതിനാൽ ഈ ഘടകം അതീവ നിർണായകമാണ്. ഭീമൻ കാന്തത്തിനൊപ്പം ഫ്യൂഷൻ റിയാക്ടറിന്റെ ഹൃദയം എന്നറിയപ്പെടുന്ന ഉയർന്ന താപനിലയിലുള്ള സൂപ്പർ കണ്ടക്റ്റിംഗ് സെൻട്രൽ സോളിനോയിഡ് കോയിലും ചൈന വിജയകരമായി പരീക്ഷിച്ചു. ഒരു വാഹനത്തിന്റെ എഞ്ചിനിലെ സ്പാർക്ക് പ്ലഗിനെ പോലെ ഫ്യൂഷൻ പ്രതിപ്രവർത്തനം ആരംഭിക്കാനും തുടർച്ചയായി നിലനിർത്താനും ഈ ഘടകമാണ് സഹായിക്കുന്നത്. ഈ 2 സാങ്കേതിക നേട്ടങ്ങളും പൂർണ്ണമായും ആഭ്യന്തര സാങ്കേതിക വിദ്യയും വസ്തുക്കളും ഉപയോഗിച്ചാണ് വികസിപ്പിച്ചതെന്ന് ചൈന അവകാശപ്പെടുന്നു. ഭീമൻ കാന്തത്തിന്റെ നിർമ്മാണം അതീവ ദുഷ്കരമായ എഞ്ചിനീയറിംഗ് വെല്ലുവിളിയായിരുന്നുവെന്നും ചൈന വെളിപ്പെടുത്തുകയുണ്ടായി. -269 ഡിഗ്രി സെൽഷ്യസിന് സമീപമുള്ള അതിശൈത്യാവസ്ഥയിൽ പതിറ്റാണ്ടുകളോളം പ്രവർത്തിക്കാനും ലക്ഷക്കണക്കിന് ആംപിയർ വൈദ്യുതധാര ഊർജ്ജ നഷ്ടമില്ലാതെ വഹിക്കാനും ഇതിന് കഴിയണം. നിർണായക സന്ധികളിലെ വൈദ്യുത പ്രതിരോധം ഏതാണ്ട് 0 കുറയ്ക്കാൻ ശാസ്ത്രജ്ഞർക്ക് സാധിച്ചതാണ് ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്ന്. ഇതിലൂടെ 1,00,000 ആംപിയറിലധികം വൈദ്യുതധാര നഷ്ടമില്ലാതെ കൈകാര്യം ചെയ്യാൻ ഈ സംവിധാനത്തിന് കഴിയും. ഈ വർഷം ആദ്യം തന്നെ ചൈനയുടെ എക്സ്പെരിമെന്റൽ അഡ്വാൻസ്ഡ് സൂപ്പർ കണ്ടക്റ്റിംഗ് ടോക്കാമാക് അഥവാ EST റിയാക്ടർ 100 ദശലക്ഷം ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ പ്ലാസ്മയെ 1066 സെക്കൻഡ് നിലനിർത്തി ലോക റെക്കോർഡ് സ്ഥാപിച്ചിരുന്നു. ദീർഘനേരം ഫ്യൂഷൻ സാഹചര്യങ്ങൾ നിലനിർത്താൻ കഴിയുമെന്ന് തെളിയിച്ച ഈ നേട്ടത്തിന് പിന്നാലെയാണ് പുതിയ ഭീമൻ കാന്തവും പൂർത്തിയാക്കിയിരിക്കുന്നത്. 2027 ബേണിംഗ് പ്ലാസ്മ എക്സ്പെരിമെന്റൽ സൂപ്പർ കണ്ടക്റ്റിംഗ് ടോക്കാമാക് പൂർത്തിയാക്കുകയും 2030 ആദ്യമായി ഫ്യൂഷൻ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുകയാണ് ചൈനയുടെ ലക്ഷ്യം. തുടർന്ന് ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ ഫ്യൂഷൻ വൈദ്യുത നിലയമായി മാറാൻ സാധ്യതയുള്ള ചൈന ഫ്യൂഷൻ എഞ്ചിനീയറിംഗ് ഡെമോൺസ്ട്രേഷൻ റിയാക്ടർ നിർമ്മിക്കാനുമാണ് പദ്ധതി. ഈ ലക്ഷ്യത്തിലേക്ക് നീങ്ങാൻ ഇനിയും ധാരാളം ഗവേഷണങ്ങളും പരീക്ഷണങ്ങളും നടത്തേണ്ടതായുണ്ട്. എങ്കിലും ചൈനയുടെ ഈ സാങ്കേതിക മുന്നേറ്റം ലോകത്തിന്റെ ഊർജ്ജഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന പുതിയ അധ്യായത്തിന്റെ തുടക്കമാണെന്നാണ് ശാസ്ത്രലോകം വിലയിരുത്തുന്നത്. കാലാവസ്ഥാ വ്യതിയാനവും ഊർജ്ജക്ഷാമവും ഒരുപോലെ വെല്ലുവിളിയാകുന്ന ഈ കാലഘട്ടത്തിൽ കൃത്രിമ സൂര്യൻ എന്ന ആശയം മനുഷ്യരാശിയുടെ ഭാവിക്ക്
പ്രതീക്ഷയുടെ പുതിയ പ്രകാശമായി മാറുമോ എന്ന ആകാംക്ഷയിലാണ് ലോകം. വാർത്തയുടെ നിറം തേടി തനിനിറം.